ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാം വിശേഷം? സുഖം തന്നെയാണോ? ഞാനിത് അവിടെ സുഖമായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. അപ്പം നമ്മൾ കുറേ ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സിന് ശേഷമാണ് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നതിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പായി വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ചെറിയ ചെറിയ മടികളും ചെറിയ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാഞ്ഞത്. അപ്പം ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആക്കി മാറ്റാൻ, അതായത് നമ്മളെ ലൈഫിൽ നമുക്ക് കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നല്ല രീതിയിലാക്കുന്ന ഒരു ഡേ കണ്ടിന്യൂ ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ സുബൈ മുതൽക്കുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുറത്ത് ഭയങ്കര ഇരുടായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വെളിച്ചമൊക്കെ വെച്ചതിന് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഗാഷിയൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഏകദേശം സമയത്രായി എന്ന് പറയാം, 6 മണി ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ഒരു ടൈമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി സുബൈ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ടിങ്. എൻ്റെ കൂടെ നിങ്ങളെയും കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് നടത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കാര്യമായതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിന് സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളെയും കൂട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സുബൈസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്, വരുത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ പയ്യെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിക്കോളൂ, നല്ല ചേഞ്ചസ് നമുക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ കാര്യമാണ് വെള്ളം കുടിക്കുക. അത് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 1-2 സിപ്പ് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതിന്ന് മുതലല്ല സ്റ്റാർട്ട് ചെയ്തത്, അത് പണ്ടേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ നമുക്കാദ്യം വെള്ളം കുടിച്ച് തുടങ്ങാം. അങ്ങനെ ഇതാ ആദ്യം നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളെ കുലായിലേക്കാണ് വന്നിട്ടുള്ളത്. മുമ്പിൽ വന്നിരുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളും ഒക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രീ ഉണ്ടാക്കി ഒക്കെ ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളത്. എൻ്റെ പല വ്ളോഗിലും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായതുകൊണ്ട് എനിക്ക് ഈ ടൈമിൽ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഉലാത്താനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവളെ വിളിക്കണം, നമുക്ക് ഫുഡാക്കണം. പിന്നെ നമ്മൾ ഇത്തിരി നേരത്തെയാണല്ലോ എണീറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ മുറ്റത്തെ കൂടെ ഞാൻ വീട് ചുറ്റും നടന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ എനിക്ക് മാത്രം ഒരു കട്ടൻ അടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാവരും സ്ലീപ്പിംഗ് ടൈമാണ്, ജസ്റ്റ് കിടക്കുകയാണ് എല്ലാവരും. ഞാനും ഇന്നലെ വരെ ഈ സമയത്ത് ഉറങ്ങായിരുന്നല്ലോ, ഇന്ന് നമ്മൾ നന്നായതാണല്ലോ. അങ്ങനെ നമ്മൾ ചായയും ബിസ്ക്കറ്റും കഴിക്കാം. ഇനി നമുക്ക് പത്രം വായിക്കാം. പത്രം വായിക്കുന്ന ഒരു ശീലം എനിക്ക് ചെറുപ്പം മുതലേ ഇല്ലാത്തതാണ്. എനിക്കിഷ്ടമേ ഇല്ല പത്രം വായിക്കുന്നത് കേട്ടോ. കാരണം ഫുൾ നെഗറ്റീവ്സ് അല്ലേ ഉള്ളൂ. നല്ലതെന്തെങ്കിലും പത്രത്തിൽ കാണാറുണ്ടോ? ഫുള്ളും മരണം, പീഡനം, മോഷണം, കൊലപാതകം തുടങ്ങിയ നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പത്രത്തിൽ. പിന്നെ വെറുതെ നെഗറ്റീവ്സ് ഇങ്ങനെ രാവിലെ തന്നെ അല്ലെങ്കിൽ ഒരു ടൈം നമ്മളത് അകത്തേക്ക് ആക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ട്. അതുകൂടാണ്ട് വായന കുറച്ച് മടിയാണ്. പിന്നെ അതിനുള്ള ഒരു ടൈമൊന്നും കണ്ടെത്താറില്ല. ഇല്ല എന്ന് പറയുന്നില്ല,
കണ്ടെത്താറില്ല. പക്ഷേ ഇപ്പം ഒരു മാസത്തോളമായി ഞാൻ പത്രം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഇതൊക്കെ നെഗറ്റീവ്സൊക്കെ പോയോ എന്ന് വിചാരിക്കും. അല്ല, ഞാൻ ജസ്റ്റ് ഇതിലെ മെയിൻ ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് വായിക്കും. കാരണം ഇതിലെ നെഗറ്റീവ്സ് മാത്രം കേൾക്കാനില്ല, കാര്യങ്ങൾ അറിയാലോ. അതുകൂടാതെ വായന ഒരു നല്ലൊരു ശീലമാണല്ലോ. അപ്പോൾ പത്രത്തിലൂടെ ആണ് അത് തുടങ്ങുക എന്നൊക്കെ പറയുന്ന കേൾക്കാം, ശരിയാണോ അറിയില്ല. അപ്പോൾ ഡെയിലി എന്തായാലും ഇവിടെ പത്രം വരുന്നുണ്ട്, അത് നമുക്ക് വായിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഹെഡ്ലൈൻസ് മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്ന പ്രാദേശിക വാർത്തകൾ ഞാൻ ഡീറ്റെയിലായിട്ട് വായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു ലൈഫ് ചേഞ്ചിങ് വായന. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക, എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, അതോടൊപ്പം തന്നെ വായന ഒരു നല്ല ശീലമാണ്. അപ്പോൾ അത് പത്രമാണ് ഏറ്റവും പോസിബിൾ. പത്രം വായിച്ച് തുടങ്ങാം, ബുക്കുകൾ മേടിച്ച് വായിക്കാം. അപ്പം വായന ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെതാ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു 15 മിനിറ്റോ 10 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ ചെയ്യുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, ജിമ്മിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയൊരു 10 മിനിറ്റ് രാവിലെ തന്നെ ഒന്നല്ല ഞാൻ ചെയ്യാറ്. ഞാൻ ഏതെങ്കിലും ഒരു ടൈം, ഉച്ചയ്ക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു ടൈം കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു എക്സസൈസൊക്കെ ഞാൻ ചെയ്യാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഒരു മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. എല്ലാ ദിവസവും ചിലപ്പോൾ ചെയ്തില്ലേ, ഒരു ദിവസമൊക്കെ മിസ്സാവാറൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പം അതും നല്ലൊരു തീരുമാനമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെതാ ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ ഇട്ട് അലക്ക് പരിപാടി ഇങ്ങോട്ട് നടത്തുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് അരിപ്പത്തിരിയും ചപ്പാത്തിയുമാണ്, പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് ഡേറ്റ്സ് ആട്ടോ, നമ്മൾ ഉണ്ടൊക്കെ പോയി വന്നിട്ട് അനിയൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഒരു 2-3 എണ്ണം അതിട്ടാക്കി, നല്ലതല്ലേ, അത് കഴിച്ചു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊന്ന് പാത്രം കഴുകി വൃത്തിയാക്കി വെക്കാണ്ട്, അത് ഇഷ്ടംപോലെയുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ റൂമൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ദാശി എണീറ്റിട്ടുണ്ട്. സ്കൂളില്ലാത്തതുകൊണ്ട് ആൾ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പം വലിയപ്പയും മോളും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഇതാ റൂമൊന്ന് ക്ലീൻ ആക്കിയിടണം, ബെഡൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിടണം. അപ്പം അതാണ് ഇപ്പം ഞാൻ ചെയ്ത് കൂട്ടുന്നത് കേട്ടോ. ഹലോ ഗൈസ്, പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ പ്ലാൻസ്, നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഏത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻസ്, ഇനി എന്തൊക്കെ ചെയ്യാണ്ട്, അങ്ങനെയുള്ള നമ്മൾ പേഴ്സണലായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ചെയ്യുന്നത് ഓർമ്മയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മറന്നു പോകില്ല. ചിലത് നമ്മൾ ഓവർലോഡായാൽ മറന്നു പോകും, മെമ്മറി പവറൊക്കെ വരും, മെമ്മറി ലോ. അപ്പോൾ നമ്മളങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ടിക്ക് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പം യൂട്യൂബ് വീഡിയോൻ്റെ കാര്യം മാത്രമല്ല, നെക്സ്റ്റ് ഡേ നമ്മൾ പറയില്ല, മടി പിടിച്ച് നമ്മൾ കിടപ്പാണോ, കുറേ ടൈമുണ്ട്. ഞാൻ പറയാറുണ്ട് എനിക്ക് കുറേ ടൈമുണ്ട്, പക്ഷെ അത് മാക്സിമം എനിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ കുറേ 24 ഡേയ്സ് അങ്ങനെ കഴിഞ്ഞു പോകും. 24 hours കഴിഞ്ഞു പോകും. അപ്പം അതിലൊരു ബോർഡർ, നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യണം എന്നൊക്കെ കുറേ എഴുതി വെച്ചാൽ അതിൽ കുറച്ചെങ്കിലും നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട്സ് എഴുതി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് ഒരുപാട് നോട്ട്സ് ഉണ്ട്.
ഇതൊക്കെ അതിൻ്റെതായ നോട്ട്സാണ്. അപ്പോൾ ഇതൊരു ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല, പക്ഷേ ഏതൊരാളോട് ചോദിച്ചാൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇന്ന കാര്യം ഇന്ന ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ചിലരൊക്കെ പറയുന്ന കേൾക്കാം. എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലേ കുറച്ച് കാര്യങ്ങളേ ഇനി നടക്കുകയുള്ളൂ. അപ്പം അതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് ചില ദിവസങ്ങളിൽ ഈ നോട്ട് ചെയ്താൽ ഒരു മടിയാവുമ്പോൾ അതും മാറ്റി വെക്കാറുണ്ട്. അപ്പം അങ്ങനെ വരാതെ റെഗുലറായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലായാലും നമുക്ക് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പം അത് ഇനി ഞാൻ മുടക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതാണ് അടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇത്രേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് നമ്മളിത് സെക്കൻഡ് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഡേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.